RDX ഇന്നത്തെ മൂന്നാം വിഷയത്തിലേക്ക്. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ, ലാൽ ബഹാദൂർ ശാസ്ത്രി, BR അംബേദ്കർ. BJP അവരുടേതാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ പ്രസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ വലിയ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ നേതാവ് ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു. അതവിടെ അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി. പട്ടിക BJP പുതുക്കുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും കോൺഗ്രസ് നേതാവുമായിരുന്ന VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് പുതുതായി ചേർക്കപ്പെട്ടിരിക്കുന്നത്. BRന്റെ മകൻ ജയഗോവിന്ദന്റെ പാർട്ടി ബന്ധം ഉപയോഗിച്ചാണ് BJPയുടെ നുഴഞ്ഞു കയറ്റം. മൺമറഞ്ഞുപോയ കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയ പാരമ്പര്യം പങ്കിടാൻ ശ്രമിക്കുന്ന BJP ലക്ഷ്യം വെക്കുന്നത് എന്താകും? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡ്. കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷിക ദിനമായ ഇന്ന് ആദ്യം നടന്നത് പതിവ് പോലെ കോൺഗ്രസിന്റെ അനുസ്മരണ പരിപാടി. അനുസ്മരണ യോഗം VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പിന്നാലെ BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരുടെ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും. VR കൃഷ്ണൻ എഴുത്തച്ഛൻ തങ്ങൾക്ക് വികാരമാണെന്നും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് രാഷ്ട്രീയമല്ല പാരമ്പര്യത്തെ ഓർത്തെടുക്കാനാണെന്നും ശോഭാ സുരേന്ദ്രൻ. നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരെ ഞങ്ങൾ കൂടുതൽ സ്മരിക്കുകയും ഞങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് BJP രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൃഷ്ണൻ എഴുത്തച്ഛന്റെ വീട്ടിലെത്തിയിരുന്നു. രാജ്യസഭാ MP ആയിരുന്ന കാലയളവിൽ VRന്റെ സ്മൃതി മണ്ഡപം പുതുക്കിപ്പണിയാൻ സുരേഷ് ഗോപി ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ എഴുത്തച്ഛന്റെ മകൻ VK ജയഗോവിന്ദനും കുടുംബവും BJP അംഗത്വം എടുത്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഒന്നുകൂടെ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് വരാം. ഏറ്റെടുക്കൽ രാഷ്ട്രീയം കേരളത്തിലും എങ്ങനെയാണ് BJP നടപ്പാക്കുന്നതെന്ന് നോക്കാം. സ്വാതന്ത്ര്യ സമരകാലത്തെ കോൺഗ്രസ് നേതാക്കളെ ഏറ്റെടുക്കുന്നത് BJP തുടരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BR കൃഷ്ണൻ എഴുത്തച്ഛനെയും BJP ഏറ്റെടുക്കുകയാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞു. BRന്റെ 21ാം ചരമദിനത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. BJP ഇന്ന് കോൺഗ്രസിന് പിന്നാലെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പമർപ്പിച്ചു BJP നേതാക്കൾ. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BRന്റെ വീട്ടിൽ അനുസ്മരണ യോഗവും ചേർന്നു. അതിനുശേഷം സംസാരിച്ചാണ് നമ്മൾ കേട്ടത്. അനുസ്മരണം രാഷ്ട്രീയമല്ല പാരമ്പര്യത്തെ ഓർത്തെടുക്കൽ എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ അവരുടെ തന്നെ വാക്കുകളിൽ കേട്ടു. BR ആരായിരുന്നു? കൃഷ്ണൻ എഴുത്തച്ഛൻ മരണം വരെയും കറകളഞ്ഞ ഗാന്ധിയൻ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിലെ അവിണിശ്ശേരിയിൽ 1909 ഏപ്രിൽ 25 ജനനം. അദ്ദേഹത്തിൻ്റെ ജനനമുണ്ടായി. സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദം നേടിയ ആളായിരുന്നു കൃഷ്ണൻ എഴുത്തച്ഛൻ. പഠനകാലത്തെല്ലാം ഗാന്ധിയൻ ആശയം പ്രചരിപ്പിച്ചു. ഖദർ വസ്ത്രം മാത്രം ജീവിതകാലം മുഴുവൻ അദ്ദേഹം ധരിച്ചു. 1952 ഗാന്ധിജി തൃശ്ശൂരിലെത്തിയപ്പോൾ കാണുന്നതിനായി വീട് വിട്ടിറങ്ങിയ ആളാണ് കൃഷ്ണൻ എഴുത്തച്ഛൻ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനായി സർക്കാർ ജോലി വരെ ഉപേക്ഷിച്ച് കോൺഗ്രസിനൊപ്പം തന്നെ യാത്ര ചെയ്ത ആളാണ്. പ്രജാമണ്ഡലത്തിൻ്റെ തീപ്പൊരി നേതാവാണ്. VR നേതൃത്വത്തിലേക്ക് വന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ചിലർക്ക് അതൃപ്തി ഉണ്ടാക്കി. സാധാരണഗതിയിൽ അക്കാലത്തുണ്ടായതുപോലെ ഇതോടെ യുവാക്കളെ സംഘടിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മാറി. അദ്ദേഹം ചെറുപ്പക്കാർക്കിടയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പ്രജാമണ്ഡലത്തിന് തീപ്പൊരി നേതാവ്. സജീവ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്കായി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചു അദ്ദേഹം എന്ന് നമ്മൾ കാണണം. പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് BRും ജനറൽ സെക്രട്ടറി C അച്യുതമേനോനുമായിരുന്നു. പിന്നീട് രണ്ടുപേരും വലിയ നേതാക്കളായി മാറി. രാജഭരണം അവസാനിപ്പിച്ച് ഉത്തരവാദിത്ത ഭരണമെന്ന ലക്ഷ്യത്തിനായിട്ട് അദ്ദേഹം പോരാടി. കൃഷ്ണൻ എഴുത്തച്ഛൻ പ്രജാമണ്ഡലം പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ഭരിച്ചു. ജയിലിൽ കിടന്നു. അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം പ്രവർത്തക യോഗത്തിൽ പ്രജാമണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. വീണ്ടും 1945 കൊച്ചി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നേതാവായിരുന്നു കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചിയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പ്രവർത്തകരിൽ ഒരാളായിരുന്നു VR എന്ന് ഇപ്പോഴും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കറിയാം. കർഷകരുടെ ബുദ്ധിമുട്ടുകൾക്ക് അറുതി ലക്ഷ്യമിട്ട് കൊച്ചിൻ കർഷക സഭ രൂപീകരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഖാദിയുടെ പ്രചാരണാർത്ഥം തൃശ്ശൂരിലും എറണാകുളത്തും നെയ്ത്തുശാലകൾ ആരംഭിച്ചു അദ്ദേഹം. തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു ദിനപത്രത്തിൻ്റെ സ്ഥാപകനാണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഗാന്ധിയുടെ ഹരിജൻ പത്രത്തിൻ്റെ മലയാള പതിപ്പ് ദീനബന്ധുവിലൂടെ അദ്ദേഹം പുറത്തിറക്കുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2004 മെയ് 13 95-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചത്. വലിയ നേതാവ് VRന്റെ മകൻ VK ജയഗോവിന്ദനും കുടുംബവും വർഷങ്ങളായിട്ട് ഇപ്പോൾ BJPയിലാണ്. കോൺഗ്രസിനോടൊപ്പമല്ല അവർ എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. VRന്റെ മകൻ VK ജയഗോവിന്ദനും കുടുംബവും വർഷങ്ങളായിട്ട് BJPയിലാണ്. ജയഗോവിന്ദൻ ജില്ലാ പഞ്ചായത്തിലേക്ക് BJP സ്ഥാനാർത്ഥിയായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ BJP നേതൃസ്ഥാനം. VRന്റെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് VK ജയഗോവിന്ദും കുടുംബവുമാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ താമസിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ നേരത്തെയും പുഷ്പാർച്ചന നടത്തിയിരുന്നുവെന്ന് BJP ഇപ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടി BJP കേരളത്തിൽ നിന്ന് ആദ്യം ഏറ്റെടുത്ത കോൺഗ്രസ് നേതാവ്, ഏറ്റെടുക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരുന്നു. നമുക്കറിയാം, നമ്മളൊരു ചർച്ച ചെയ്തിട്ടുണ്ട്. ചേറ്റൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലെത്തിയ ഏക മലയാളിയായിരുന്നു. വലിയ നേതാവായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിന് കീഴിൽ നിർണായക പദവികൾ വഹിച്ച കോൺഗ്രസ് നേതാവായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തെക്കുറിച്ച് സിനിമ വരെ ഇപ്പോൾ സമീപകാലത്ത്
തയ്യാറായിട്ടുണ്ട്. ചേറ്റൂരിന് ഗാന്ധിജിയുടെ നിലപാടുമായി ഉണ്ടായിരുന്ന വിയോജിപ്പ് BJP ഉപയോഗിക്കുകയായിരുന്നു ഈ സമീപകാലത്ത്. ഗാന്ധി വിരുദ്ധത കോൺഗ്രസിൽ ചേറ്റൂരിന് ജനപ്രീതി ഇടിയാൻ കാരണമായിരുന്നു എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതാണ് ചേറ്റൂർ ദേശസ്നേഹത്തിൻ്റെ പ്രതീകവും പ്രചോദനവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിലൂടെയാണ് ഈ ഏറ്റെടുക്കലിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഏപ്രിൽ 19 ചേറ്റൂർ ശങ്കരൻ നായരുടെ ബന്ധുക്കളെ സന്ദർശിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് നമ്മൾ കണ്ടിരുന്നു. ആ ദൃശ്യങ്ങൾ തന്നെയും കണ്ടിരുന്നു. ചേറ്റൂരിൻ്റെ ചരമദിനമായ ഏപ്രിൽ 24 BJP അനുസ്മരണ പരിപാടികൾ നടത്തി. അത് നമ്മൾ ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. നമുക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ പക്ഷേ നമ്മൾ അവിടെ കൊണ്ട് തീരുമെന്നാണ് കരുതിയത്. അതൊരു ദേശീയ തലപ്പൊക്കമുള്ള വലിയ നേതാവായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അക്ഷയ് കുമാറിൻ്റെ ഒരു സിനിമയും വന്നിരുന്നു, വരാൻ പോവുകയാണെന്ന് തോന്നുന്നു അല്ലേ, വന്നിരുന്നു. അപ്പോൾ ഇത് പക്ഷേ വീണ്ടും ചില ആളുകളെ കൂടെ നോക്കി ഇറങ്ങുമെന്ന് നിങ്ങൾ കരുതിയതല്ല. അല്ല, പക്ഷേ ഇത് നോക്കി ഇറങ്ങും. കാരണം ഇത് ഇപ്പോൾ ഈ തൽക്കാലത്തേക്ക് ചേറ്റൂർ ശങ്കരൻ നായരിലൂടെ അല്ലെങ്കിൽ EVയിലൂടെ വരുന്ന ഒരു പദ്ധതി അല്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. കാരണം നേരത്തെ തന്നെ പട്ടേലിനെ ഏറ്റെടുത്തു, പട്ടേൽ പ്രതിമ കൊണ്ടുവരുന്നു. പട്ടേൽ എന്തോ ഒരു BJPയുടെ പഴയ നേതാവാണെന്നുള്ള തോന്നൽ പോലും ഇനി വരുന്ന തലമുറയ്ക്ക് ഉണ്ടായി പോകുന്ന തരത്തിൽ പട്ടേലിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനുശേഷം 2024 നരസിംഹറാവുവിന് PV നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുക്കുകയാണ്. ഏതാണ്ട് സമ്പൂർണ്ണമായി നരസിംഹറാവുവിനെ ഏറ്റെടുത്ത മട്ടിലാണ് പിന്നീട് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. അതുമാത്രമല്ല, കൃത്യമായി പറഞ്ഞത് ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഒരാധിപത്യം മാത്രമാണ് കോൺഗ്രസിൽ അവശേഷിക്കുന്നത്, മറ്റുള്ളവരെ മുഴുവൻ അവർ അവഗണിക്കുകയായിരുന്നു എന്നത്. അതിനൊരു കാരണം സനീഷ് കഴിഞ്ഞ തവണ ഇതുപോലെ ചേറ്റൂരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ലൈവായി നിൽക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് ഗാന്ധി നെഹ്റു കുടുംബമാണ് രാഷ്ട്രീയത്തിൽ. അതിനപ്പുറത്ത് ബാക്കിയുള്ളവരെല്ലാവരും, ബാക്കി ധാരാളം പേർ ആ നിലയ്ക്ക് കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് കോൺഗ്രസിൽ പ്രവർത്തിച്ചൊക്കെ വന്നവരുണ്ടെങ്കിലും ഈ എല്ലാവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഇവരുടെ എല്ലാം അനുസ്മരണം നടത്താൻ കോൺഗ്രസിന് പറ്റില്ല. അങ്ങനെയാണ് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് വെക്കേണ്ടി വരും. കാരണം അത്രയധികം നേതാക്കളുള്ള മഹാപ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ തൽക്കാലം. അപ്പോൾ അത് പറ്റുന്നത് പോലെ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ളിടത്തെ പോലെയല്ലേ, ചേറ്റൂരിൻ്റെ അനുസ്മരണം മുടങ്ങാതെ കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ അനുസ്മരണവും കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അനുസ്മരണവും മുടങ്ങാതെ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അതായത് അതിനകത്ത് പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഈ മസൂരിയാദ്ദീൻ പാസി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന നേതാവ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ അനുസ്മരണം BJP കഴിഞ്ഞ വർഷം മുതൽ BJP നടത്താൻ ആരംഭിച്ചു. അതായത് സ്വാതന്ത്ര്യ സമരത്തിലെ അവരുടെ പങ്കാളിത്തത്തെ ഉറപ്പിക്കാൻ തക്കവണ്ണമുള്ള ഇടപെടൽ നടത്തുക. ഭയങ്കര ക്ഷമയുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ RSS എന്ന് പറയുന്നത്. അവർക്ക് ദീർഘകാലത്തേക്ക് കാത്തിരിക്കാനുള്ള ശേഷിയുള്ളവരാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളെ പോലെയൊന്നും അല്ല. കാരണം ഒരുമിച്ചുണ്ടായ പ്രസ്ഥാനങ്ങളാണ് രണ്ടും. പക്ഷേ ഇവിടെ രാജ്യ അധികാരം പിടിച്ചു RSS എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവർക്ക് കാത്തിരിക്കാനുള്ള ക്ഷമ 100 വർഷത്തിന് അപ്പുറവും കാത്തിരിക്കാനുള്ള ക്ഷമ കൂടുതലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സനീഷ്, ഇപ്പോഴത്തെ കാലം അങ്ങ് പോകും. ഒരു 20 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഈ കേരളത്തിലെ BJP ഓഫീസിന്റെ ചുമരുകളിൽ ഇവരുടെയൊക്കെ പടം കാണും. ഇത് BJP നേതാക്കളാണ്. ഇവരാരാണെന്നാണ് ഈ പടത്തിലിരിക്കുന്ന ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്ന് പറയാൻ പറ്റും. ആ ചരിത്രത്തിൽ അവർക്ക് അവരുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ പറ്റും. ഇത് ഏതെങ്കിലും തരത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വപ്നത്തിൽ പോലും ഈ നിലയ്ക്ക് ഒരു ഏറ്റെടുക്കൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ പത്മജ വേണുഗോപാൽ K കരുണാകരന്റെ ഫോട്ടോ ഉറപ്പായിട്ട് കൊണ്ടുപോയി BJP ഓഫീസിൽ വെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതായത് നമ്മുടെ കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും ഉറച്ച കോൺഗ്രസ് നേതാവായിരുന്നു ലീഡർ. എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ലീഡർ K കരുണാകരനാണ്. പക്ഷേ ഈ K കരുണാകരന്റെ രാഷ്ട്രീയ ഗുരുവാണ് കൃഷ്ണൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിന് ആണ് ഇപ്പോൾ BJP ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, K കരുണാകരനെയും ഇങ്ങനെ പോയാൽ ഇവർ കൊണ്ടുപോയി BJPയുടെ ഓഫീസിൽ പ്രതിഷ്ഠിക്കും. പിന്നെ ഒരു 10-20 വർഷം കഴിഞ്ഞ് വരുന്ന ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ അവിടം വരെ നിൽക്കും. പക്ഷെ അത് ഇരിക്കുന്നത് BJPയുടെ ഓഫീസിലാണ് എന്നതുകൊണ്ട് അവർക്കൊരു ചരിത്ര പുനഃസൃഷ്ടി നടത്താൻ പറ്റുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഇതിനകത്ത് എനിക്ക് ഭയങ്കര തമാശ തോന്നുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യം ഹർഷ, എൻ്റെ കയ്യിലില്ലാത്ത ഒരു സംഗതി ഹർഷൻ്റെ കയ്യിൽ ധാരാളമായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് അവിടെ നിന്ന് എടുത്താൽ എന്താ കുഴപ്പമെന്നാണ് BJP ആലോചിക്കുന്നത്. അതായത് ഇല്ലാത്തവർ കൊടുക്കുക. എൻ്റെ കയ്യിൽ സ്വാതന്ത്ര്യ സമര സേനാനികളില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് വേറെ പരിപാടിയായിരുന്നു. ഞങ്ങൾ ഈ പശു നിരോധനം, ഗോവധ നിരോധനം പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരം കുറേ ആളുകൾ നടത്തുന്നത് എന്ന് വെച്ചാൽ VR കൃഷ്ണൻ എഴുത്തച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ട്. അതായത് 1920 തൊട്ട് RSS ഉണ്ട്, 1951 തൊട്ട് ജനസംഘമുണ്ട്, 1980 തൊട്ട് BJP ഉണ്ട്. ഈ കാലങ്ങളിലെല്ലാം VR കൃഷ്ണൻ എഴുത്തച്ഛനുണ്ട്, ജീവിച്ചിരിപ്പുണ്ട് നാട്ടിൽ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് താല്പര്യം പോയിട്ട് അങ്ങനെ അദ്ദേഹം ഹർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഹർഷൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. 20 വർഷത്തിന് ശേഷം BJPയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പുതിയ BJPക്കാരൻ അവിടെ ചെല്ലുമ്പോൾ കാണുക K കരുണാകരൻ്റെയും VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെയും ചേറ്റൂർ ശങ്കരൻ നായരുടെയൊക്കെ പടമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ, അയ്യോ ഈ പ്രസ്ഥാനം വളരെ മഹത്തരമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എന്താ,
നിങ്ങൾ 1920 തൊട്ട് RSS എന്ന് പറയുന്ന സംവിധാനവും ഹിന്ദുത്വ രാഷ്ട്രീയവും ഈ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കൊണ്ടുവരാൻ പറ്റാത്തത്? നിങ്ങൾ ഒരാളെ, ശോഭാ സുരേന്ദ്രനോട് നമ്മൾ നാളെ ചോദിക്കണം, നിങ്ങൾ ഒരാളെ ചേറ്റൂർ ശങ്കരൻ നായർ, ശരി ഓക്കെ കോൺഗ്രസ് ഞങ്ങളെ ബഹുമാനിക്കുന്നു, VR കൃഷ്ണൻ എടുത്ത് ഞങ്ങൾ ആദരിക്കുകയല്ലേ ചെയ്യുള്ളൂ, ശരി നിങ്ങൾ ആദരിക്കുന്ന നിങ്ങളുടെ ഒരാളെവിടെ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? എന്താണ് അവർക്കപ്പോൾ അതിനകത്ത് അതല്ല ആളുകളുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്ന ഒരു കാര്യം, ഇവർക്ക് സ്വന്തം നിലക്ക് സ്വാതന്ത്ര്യ സമരത്തിന് ആളില്ലായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളെയാണല്ലോ പിന്നെ BJPക്കാർ കൊണ്ടുപോകുന്നതെന്ന് കരുതിയിട്ട് CPM ചിരിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പണ്ടപ്പോഴും ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, അതായത് വയലാർ രാമവർമ്മ ഭൂപടങ്ങളിലൊരു ഇന്ത്യ വിരിഞ്ഞു, പിന്നെ വിരിഞ്ഞു താമര മുകുളങ്ങൾ എന്നെഴുതിയിട്ടുണ്ട്. ആ പാട്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ എഴുതി വെക്കണം വിചാരിച്ചു, മറന്നു, എനിക്ക് മൊത്തമായിട്ട് ഇപ്പോൾ കേൾക്കുന്ന ആൾക്ക് നന്നായിട്ടേ, നമ്മളെക്കാൾ നന്നായിട്ടേ. അപ്പോൾ വിരിഞ്ഞു താമര മുകുളങ്ങൾ ഭൂപടങ്ങളിലൊരു ഇന്ത്യ വിരിഞ്ഞു എന്നൊക്കെ എഴുതിയ വയലാർ രാമവർമ്മ ഞങ്ങളുടെ ആളായിരുന്നു എന്നിവർ പറഞ്ഞാൽ, ഈ ഇടതുപക്ഷക്കാരനായിരുന്നല്ലോ അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങോട്ടേക്ക് ആളെ എടുക്കുക. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1947 ഓഗസ്റ്റ് 10 1947 ഓഗസ്റ്റ് 10 കോൺഗ്രസ്സുകാർ ഈ VR കൃഷ്ണൻ എഴുത്തച്ഛനും ചേറ്റൂർ ശങ്കരൻ നായരും എല്ലാം അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ ദിവസം 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഭാവിയിൽ നമ്മുടെ കുട്ടികളും മറ്റ് ഭാവിയിലെ തലമുറകളും ഒക്കെ ഗംഭീരമായിട്ട് ജീവിക്കേണ്ടുന്നൊരു മഹാരാജ്യം ഭാരതം, ഇന്ത്യ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ബ്രിട്ടീഷുകാരോട് ദീർഘകാലം പോരാടിയിട്ട് നമ്മൾ നേടിയെടുത്തിരിക്കുകയാണ് സ്വാതന്ത്ര്യം. 7 ദിവസം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടും. നമ്മുടെ രാജ്യം ഇതാ ഉദിച്ചുയരാൻ വേണ്ടി പോവുകയാണെന്ന് കരുതിയിട്ട് വരാനിരിക്കുന്ന രാജ്യത്ത് എന്തൊക്കെ ഗുണകരമായ കാര്യങ്ങൾ ജനാധിപത്യപരമായിട്ട് സർവ്വജാതി മത വ്യത്യാസമില്ലാതെ ആളുകൾക്ക് കൊടുക്കണമെന്ന് കോൺഗ്രസ്സുകാർ വിചാരിച്ചുകൊണ്ടിരുന്ന ദിവസം 1947 ഓഗസ്റ്റ് 10 4 ലക്ഷം കത്തുകൾ എഴുതി BJP, ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ. എന്തിനാണ് 4 ലക്ഷം കത്തുകൾ എഴുതിയത്? ഗോവധ നിരോധനം നടപ്പാക്കണം രാജ്യത്ത് എന്നാണ്. അതായത് ഇവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന കാലത്ത് ഗോവധ നിരോധനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു അവർ. അപ്പോൾ പക്ഷേ ആ പണിയിൽ ഏർപ്പെട്ടതുകൊണ്ട് ഇവർക്ക് ഇപ്പുറത്ത് സ്വാതന്ത്ര്യ സമരം നടത്താനുള്ള ആളുകളെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ വലയം എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് അവരെ രാഷ്ട്രീയമായിട്ട് പരിഹസിക്കുന്ന ആളുകൾ ചോദിച്ചാൽ നമുക്ക് അയ്യോ അങ്ങനെയൊന്നും ചോദിക്കല്ലേ എന്ന് അവരോട് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാര്യം. തൽക്കാലം ആ പരിഹാസം ഇങ്ങനെ നടക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് 10-20 വർഷം കഴിയുമ്പോൾ ഇവരെല്ലാം BJPയുടെ ഒരു മുതിർന്ന നേതാക്കളായി തന്നെ വിലയിരുത്തപ്പെടും എന്നായിരുന്നു. അത് പക്ഷേ അപ്പുറത്ത് കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ് ഇല്ലാതായി പോയിട്ടില്ല എന്ന കാര്യം മറക്കരുത്. കേരളത്തിലെ BJP സമ്പൂർണ്ണമായ ഒരു ഏറ്റെടുക്കൽ പാർട്ടിയായി മാറുന്നോ എന്ന സംശയമാണ് RDXനുള്ളത്. മക്കൾ വഴി അച്ഛൻ്റെ പാരമ്പര്യത്തിലേക്ക് കടക്കാനുള്ള ശ്രമം ഇതാദ്യമായല്ല BJP പയറ്റുന്നത്. ആദ്യം ജീവിച്ചിരിക്കുന്ന മക്കളെ BJPയിൽ എത്തിക്കുക, ഇതുവഴി പിതാവിൻ്റെ രാഷ്ട്രീയ അടിത്തറയെ കടമെടുക്കുക എന്ന രീതി കേരളത്തിലും പ്രയോഗിച്ച് BJPക്കാനാണ് നീക്കം. പത്മജ വേണുഗോപാൽ BJP അംഗത്വം എടുത്തതോടെ K കരുണാകരൻ എന്ന രാഷ്ട്രീയ ശത്രുവിൻ്റെ ശവകുടീരത്തിലെ നിത്യസന്ദർശകരായി തൃശ്ശൂരിലെ BJPക്കാർ മാറി. സമാനമായ നീക്കമാണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അങ്ങനെ തലയെടുപ്പുള്ള നേതാക്കളെ മരണശേഷം സ്വന്തമാക്കി പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാനുള്ള നീക്കം കേരളത്തിൽ എത്രത്തോളം വിലപ്പോകും എന്നതിൽ RDXന് സംശയമുണ്ട്. അടുത്ത വിഷയത്തിലേക്ക്